ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയുടെ സ്നേഹത്തിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധനായ സ്വർഗീയ പിതാവിൻ്റെ സജീവമായ സാന്നിധ്യം എപ്പോഴും നമുക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയുടെ കൃപാവൻ നമ്മൾ നിറയുകയും വിശുദ്ധിയിൽ വളരുവാൻ അവിടെ നമ്മളെ സഹായിക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ ശക്തിയും സ്നേഹവുമായ പരിശുദ്ധാത്മാവ് നിരന്തരമായി നമ്മെ പരിപാലിക്കുന്ന അറിയുവാനും ആത്മാവിൻ്റെ ശക്തിക്ക് മുമ്പിൽ പൂർണ്ണമായി നമ്മളെ വിധേയപ്പെടുത്തുവാനും സാധിക്കട്ടെ. ദൈവകൃപയ്ക്കായി തന്നെ സമർപ്പിച്ച പരിശുദ്ധാമ്മയുടെ സഹായം നമുക്ക് തേടാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മ ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ട് ജീവിച്ചതുപോലെ നമുക്കും അപ്രകാരം ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ദേവസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ക്ലാരയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാതിരി പിയോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഴ്ത്തപ്പെട്ട റാണി മരിയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സ്നേഹമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 27-ാമത്തെ തിരുവചനം നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം. ഈ രഹസ്യമാകട്ടെ, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ. അതുപോലെ തന്നെ കൊളോസ്യ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിലെ 11-ാം തിരുവചനം, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നമ്മളിലുണ്ട് എന്ന തിരിച്ചറിവ് എപ്പോഴും ഉണ്ടാകുവാനും ആ ക്രിസ്തു മറ്റുള്ളവരിലുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിക്കുവാനും സാധിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹപൂർവ്വം അവരോട് ആശംസിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ വചനം തിരുവചനം എന്ന ഇന്നത്തെ ഈ സുവിശേഷ ശുശ്രൂഷയിൽ നമ്മൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 38-ഉം 30-ഉം തിരുവചനം ഒന്ന് എടുക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 38-39. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്ന ഇടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. ഈ തൻ്റെ പിന്നാലെ വരുന്നവരെ കണ്ട് ഈശോ ചോദിച്ച ചോദ്യം, നിങ്ങൾ എന്തന്വേഷിക്കുന്നെന്നാണ്. ആ ചോദ്യം ഇന്നും ആവർത്തിക്കപ്പെടുകയാണ്. എൻ്റെ നേരെയും നിങ്ങളുടെ നേരെയും ഈശോ ആ ചോദ്യം പറഞ്ഞു വിടുന്നുണ്ട്. നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? ശരിക്കും നമ്മൾ എന്താണ് അന്വേഷിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്? എന്താണ് നമ്മുടെ അന്വേഷണത്തിനുള്ള കാരണം? ഇപ്പം നിരവധി ഉത്തരങ്ങളും വിശദീകരണങ്ങളും ഒക്കെ നമുക്കുണ്ട് എന്ന് നമുക്കറിയാം. എങ്കിലും ഏറ്റവും അവസാനത്തെ ഉത്തരം ആയിട്ടെങ്കിലും നമുക്ക് പറയാൻ പറ്റും, ദൈവത്തെയാണ് അന്വേഷിക്കുന്നത്. കാരണം നമ്മുടെ അന്വേഷണങ്ങൾ മറ്റെന്ത് തന്നെയാണെങ്കിലും അതൊന്നും നമ്മെ പൂർണ്ണതയിൽ എത്തിക്കുന്നില്ല, അതൊന്നും നമ്മളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുന്നില്ല. ബാക്കി ഏതെല്ലാം നേടിയാലും പിന്നെയും പിന്നെയും ഇനിയും ഇനിയും എന്ന ഒരു പ്രവണത നമ്മുടെ ഉള്ളിൽ ശക്തമാണ്.
അപ്പോൾ ഇനിയും എന്താണ് കിട്ടേണ്ടത്, പിന്നെയും എന്താണ് നേടേണ്ടത്, എന്താണ് സ്വന്തമാക്കേണ്ടത്, എന്താണ് കണ്ടെത്തേണ്ടത്? ദൈവമെന്ന് പറയുന്ന നിത്യയാഥാർത്ഥ്യത്തെ അനുഭവിക്കുന്നവരെ ഈ ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഈ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ദൈവത്തെ കണ്ടുമുട്ടുന്നതാണ് ഒരാളുടെ ജീവിതത്തിലെ അന്വേഷണത്തിൻ്റെ പരിസമാപ്തി എന്ന് പറയുന്നത്, പൂർണ്ണത എന്ന് പറയുന്നത്. 42-ാം സങ്കീർത്തനത്തിലെ ആദ്യത്തെ തിരുവചന ഭാഗം നമുക്ക് അറിയാം. നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ കർത്താവേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക? ഇതാണ് ശരിക്കും മനുഷ്യൻ്റെ ഏറ്റവും അസ്തിത്വപരമായ, അടിസ്ഥാനപരമായ ആഗ്രഹമെന്ന് പറയുന്നത്, അന്വേഷണമെന്ന് പറയുന്നത്, ആവശ്യമെന്ന് പറയുന്നത്. സൂചിപ്പിച്ചതുപോലെ ബാക്കി നമ്മൾ ഈ പറയുന്ന എന്തെല്ലാം കാര്യങ്ങൾ നേട്ടമുണ്ടായാലും നേടിയെടുത്താലും തൃപ്തിയായി സന്തോഷമായി മതി എന്ന് പറയുമ്പോഴും അല്പം കഴിയുമ്പോൾ, ഒരു ദിവസം കഴിയുമ്പോൾ, ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അത് പോരാ എന്ന ഒരനുഭവമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. ഏത് കാര്യമാണെങ്കിലും, എത്ര സന്തോഷകരമായ, എത്ര രസകരമായ കാര്യമാണെങ്കിലും, എത്ര സുഖകരമായ കാര്യമാണെങ്കിലും, ഏത് തലത്തിലുള്ള കാര്യമാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുഭവത്തിൽ അതൊന്നും നമ്മളെ പൂർണ്ണമായ തൃപ്തിയിലേക്ക്, സ്വസ്ഥതയിലേക്ക് നയിച്ചിട്ടില്ല. അപ്പോൾ ദൈവത്തെ തേടുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം. ആ ആഗ്രഹം ദൈവം തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചതാണ്. അതുകൊണ്ട് എല്ലാവരും അത് ഉണ്ടെന്ന് പറയുന്നത്. എല്ലാവരും അത് അംഗീകരിക്കണമെന്നില്ല, എല്ലാവരും അത് തിരിച്ചറിയണമെന്നില്ല, എല്ലാവരും അതിനുവേണ്ടി അധ്വാനിക്കണമെന്നില്ല. പക്ഷേ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും, ഓരോ വ്യക്തിയുടെ ഉള്ളിലും ദൈവം തന്നെ, സൃഷ്ടിയിൽ തന്നെ ആ ആഗ്രഹം നിക്ഷേപിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ 1-ാമത്തെ നമ്പറിൽ ആരംഭത്തിൽ തന്നെ പറയുകയാണ്, സർവശക്തിയും ഉപയോഗിച്ച് ദൈവത്തെ അറിയുവാനും അന്വേഷിക്കുവാനും സ്നേഹിക്കുവാനും ദൈവം മനുഷ്യനെ ക്ഷണിക്കുന്നു. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കാൻ, ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ സർവശക്തിയും ഉപയോഗിച്ച് മനുഷ്യൻ ചെയ്യുവാൻ ദൈവം മനുഷ്യനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു മാനുഷിക പ്രവൃത്തിയിലുപരിയായിട്ട് ദൈവീകമായ പ്രവൃത്തിയാണ്. മനുഷ്യൻ്റെ ഒരു തീരുമാനത്തിലുപരിയായിട്ട് ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണ്, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് ദൈവത്തെ തേടുക, ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളത്. അപ്പോൾ വ്യത്യസ്തമായ വഴിയിലൂടെ ഈ അന്വേഷണം തുടരുകയാണ്. ചിലർ അന്വേഷണം ഇടയ്ക്ക് നിർത്തിവെച്ചു, ചിലർ തെറ്റായ വഴിയിലൂടെ അന്വേഷിക്കുന്നു. അപ്പോൾ ദൈവത്തെ കണ്ടുമുട്ടുന്നത് പോലെ, ദൈവാനുഭവം ഉണ്ടാകുന്നതുവരെ ബാക്കി ഏതെല്ലാം വഴികളിലൂടെ പോയാലും മനുഷ്യൻ അസംതൃപ്തനായിരിക്കും, അസ്വസ്ഥനായിരിക്കും. അതുകൊണ്ട് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്, എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കുന്നു, ദൈവമേ ഞാൻ നിന്നിൽ വന്ന് വിലയം പ്രാപിക്കുന്നുവരെ. ഇത് വിശുദ്ധ അഗസ്തീനോസിൻ്റെ മാത്രം അവസ്ഥയല്ല, ഏതൊരു മനുഷ്യൻ്റെയും, എല്ലാ മനുഷ്യൻ്റെ അവസ്ഥയാണ്. ദൈവത്തെങ്കിലേക്ക് വരുന്നത് വരെ അവൻ്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. അവനത് സമ്മതിക്കണമെന്നില്ല. ദൈവനിഷേധികളായ, ദൈവവിരുദ്ധരായ വ്യക്തികൾ ദൈവമില്ലാതെ തന്നെ ഞാൻ സംതൃപ്തനാണ്, എനിക്ക് സമാധാനമുണ്ട്, എനിക്ക് സന്തോഷമുണ്ട് എന്ന് അവർ പുറമേ പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ അസംതൃപ്തിയും ആ സന്തോഷമില്ലായ്മയും നിലനിൽക്കുകയാണ്. അപ്പോൾ ദൈവത്തെ കാണാൻ, ദൈവത്തെ അന്വേഷിക്കുവാൻ, ദൈവത്തെ തിരയുവാൻ, ദൈവാനുഭവം ഉണ്ടാകുവാൻ എല്ലാ മനുഷ്യനും ആഗ്രഹിക്കാറുണ്ട്, ശ്രമിക്കാറുണ്ട്. ഈ അന്വേഷണം നമ്മളിലേക്ക് തന്നെയാണ് നമ്മൾ ഓർക്കണം. ദൈവത്തെ അന്വേഷിച്ച് വിദൂരങ്ങളിലേക്ക് പോവുകയല്ല, ദൈവത്തെ അന്വേഷിച്ച് നമ്മളിലേക്ക് തന്നെ തിരിയുകയാണ്. പണ്ടത്തെ ഒരു പാട്ട്, ഒരു പഴയ പാട്ട് പലരും കേട്ടിട്ടുണ്ട്. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു, അവിടെയും ഇല്ല ഇവിടെയും ഇല്ല ഈശ്വരൻ. അന്നേരം എൻ്റെ പിന്നീട് നമ്മൾ കേൾക്കുകയാണ്, അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു, അവിടെയാണ് ഈശ്വരൻ്റെ വാസസ്ഥലം. അപ്പോൾ നമ്മുടെ അന്വേഷണങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പരിശ്രമങ്ങളെല്ലാം ഉണ്ടെങ്കിലും അത് അവസാനം എങ്കിലും അവനിലേക്ക് തന്നെ തിരിയുകയാണ്. അവിടെയാണ് ശരിക്കും ദൈവത്തിൻ്റെ ഇടം നമ്മൾ കാണുന്നത്, അഥവാ ദൈവത്തെ നമ്മൾ കാണുന്നത്. എൻ്റെ എല്ലാ പ്രസംഗത്തിലും കാലാകാലമായി അല്ലെങ്കിൽ നാളുകളായിട്ട് ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വചനഭാഗം,
അത് ഞാൻ ഈ എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചു. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് തന്നെ. അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ തിരിയുന്നത് എൻ്റെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ വേണ്ടിയാണ്, അനുഭവിക്കാൻ വേണ്ടിയാണ്. വീണ്ടും കൊലോസ്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നമുക്കറിയാം, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അപ്പോൾ എല്ലാവരിലും ക്രിസ്തുവുണ്ട്, എല്ലായിടത്തും ക്രിസ്തുവുണ്ട്. അപ്പോൾ അന്വേഷണം എന്ന് പറയുന്നത്, എന്നിലേക്കുള്ള തിരിവെന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള ഈ സാന്നിധ്യം തിരിച്ചറിയാവുന്നുള്ള. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 13-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് എങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്? യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് ഇതുവരെയായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയമെന്ന് പറയുന്നത് യേശുക്രിസ്തു എൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴാണ്, കണ്ടുമുട്ടുമ്പോഴാണ്. അപ്പോൾ ആ ശിഷ്യന്മാർ യേശുവിൻ്റെ വാക്ക് കേട്ട് നമ്മൾ തുടർന്ന് വായിച്ചത്, അവർ യേശുവിൻ്റെ പിന്നാലെ ചെന്നു, അവൻ താമസിക്കുന്നിടം കണ്ടു, അവിടെ താമസിച്ചു. അപ്പോൾ ഈ ഒരു അനുഭവം ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും സംഭവിക്കണം. ദൈവാനുഭവം എന്ന് പറയുന്നത്, ദൈവ അന്വേഷണം എന്ന് പറയുന്നത് ഈ കണ്ടുമുട്ടലിലാണ് പൂർത്തീകരിക്കുന്നത്. സങ്കീർത്തനം 36:9 നമ്മൾ വായിക്കുന്നു, അങ്ങിലാണ് ജീവൻ്റെ ഉറവ, അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം. ജീവൻ്റെ ഉറവ അവിടെ നിന്നാണ്, പ്രകാശം അവിടെ നിന്നാണ് ഇതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടത്. ഇത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. ഏതാനും മാസങ്ങൾ കൊണ്ടോ ഏതാനും വർഷങ്ങൾ കൊണ്ടോ സാധ്യമായ ഒന്നാണെന്ന് നമ്മൾ കരുതരുത്. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ ഓരോ ദിവസം ചെല്ലും തോറും എൻ്റെ ദൈവാനുഭവം ആഴപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ ദൈവാന്വേഷണത്തെ, ഈ ദൈവാനുഭവം തിരിച്ചറിയുന്നതിനെ ഒരു കിണർ കുഴിക്കുന്നതുമായിട്ട് നമുക്ക് വേണമെങ്കിൽ താരതമ്യപ്പെടുത്താം. കിണർ കുഴിക്കുക വെള്ളം കിട്ടാൻ വേണ്ടി. ഒരു കിണർ കുഴിക്കുന്നതിൻ്റെ ലക്ഷ്യം, ഒരുപക്ഷെ ഏക ലക്ഷ്യം വെള്ളം കിട്ടുക എന്നുള്ളതാണ്. അതുവരെ കിണർ കുഴിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ സാധാരണഗതിയിൽ കിണർ കുഴിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിൻ്റെ സ്ഥാനം കാണും. നമുക്കറിയാം, ഭൂമിയിൽ എല്ലായിടത്തും വെള്ളമുണ്ടെങ്കിലും ഈ കുടിക്കാനുള്ള വെള്ളം എല്ലായിടത്തും കിട്ടണമെന്നില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ പറമ്പ് ഒത്തിരി സ്ഥലം ഉണ്ടെങ്കിലും നമ്മൾ കുഴിക്കുന്നിടത്തെല്ലാം വെള്ളം കിട്ടണമെന്നില്ല, അതിന് പ്രത്യേക സ്ഥലമുണ്ട്. ഈ കിണർ കുഴിക്കുന്നത് ആ സ്ഥലം നമ്മുടെ ഹൃദയം തന്നെയാണ്, നമ്മുടെ ഉള്ളു തന്നെയാണ്. ആ സ്ഥലം നമ്മൾ ഫിക്സ് ചെയ്യണം. സ്ഥാനം കണ്ടതിന് ശേഷം സാധാരണഗതിയിൽ ആൾക്കാർ കുറ്റിയടിക്കും ആ സ്ഥലത്ത്, ആ സ്പോട്ടിൽ. നമ്മുടെ ദൈവാന്വേഷണത്തിലും എൻ്റെ ഹൃദയത്തിൽ ഞാൻ കുറ്റിയടിക്കുക ഒരു തീരുമാനമാണ്, ഉറപ്പിച്ചിരിക്കുന്നു. അതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ ദൈവാന്വേഷണത്തിൽ ഒരു ചെറിയ ആഗ്രഹം മാത്രമല്ല, തീവ്രമായ ആഗ്രഹം ഉണ്ടായിരിക്കണം. അതിനെ സ്ഥിരീകരിക്കാൻ, അത് ഉറപ്പിച്ചിരിക്കണം, അത് ചെയ്തിരിക്കാൻ വേണ്ടി. ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ എന്തായാലും ഇവിടെ കിണർ കുഴിക്കും, വെള്ളം കണ്ടെത്തിയിരിക്കും എന്ന ഒരു ഉഗ്രമായ ഒരു തീരുമാനം. ഇല്ലെങ്കിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചിലർ ഇടയ്ക്ക് പണി നിർത്തിപ്പോകും, ചിലർ പകുതി വഴി നിർത്തിപ്പോകും, ഇനി വേണ്ട എന്നായിപ്പോവും. അപ്പം അതുകൊണ്ട് ഈ ദൈവാന്വേഷണത്തിൽ അങ്ങനെ പുറകോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഉറച്ച തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്ഥാനം കണ്ടെത്തിയിരിക്കുന്നു, നമ്മുടെ ഹൃദയത്തിലാണ് നമ്മൾ കുഴിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കി അത് ഒരു തീരുമാനം എടുത്തിരിക്കുന്നു, അത് ഉറപ്പിച്ചിരിക്കുന്നു. ഈ ഉറപ്പാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിനെ തനിക്കുള്ള സമ്പത്തും തൻ്റെ സൗഭാഗ്യങ്ങളും തൻ്റെ കൂട്ടുകെട്ടുകളും തനിക്ക് ഈ ലോകം എന്തെല്ലാം ഓഫർ ചെയ്യുന്നുണ്ട് അതെല്ലാം വേണ്ടെന്ന് വെക്കുവാനും എൻ്റെ ദൈവമേ, എൻ്റെ സർവസ്വമേ എന്ന് പറയാൻ പ്രേരിപ്പിച്ചതും ഈ ഒരു തീരുമാനമാണ്. എന്തെല്ലാം കഷ്ടപ്പാടുകൾ, എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്, അപ്പൻ സെല്ലിലിട്ട് പൂട്ടിയത്, പട്ടിണിക്കിട്ടത്, നാട്ടുകാർ അവഗണിച്ചത്, അല്ലെങ്കിൽ നാട്ടുകാർ ഭ്രാന്തൻ വിളിച്ചത്, ചാണകം വാരി എറിഞ്ഞത്, ചെളി വാരി എറിഞ്ഞത്, ആക്ഷേപകരമായി സംസാരിച്ച്, ഇങ്ങനെ ഒരുപിടി
അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈ മനുഷ്യൻ അതിൽ ഉറച്ചു നിൽക്കാനുള്ള കാരണം ഈ ഒരു കുറ്റിയടിക്കൽ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. വെള്ളം കണ്ടിട്ടേ പിൻവാങ്ങുകയുള്ളൂ. അപ്പം അങ്ങനെ ഉറച്ച തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ മണ്ണ് കിളച്ചെടുക്കുക എന്ന് പറയുന്നത്. മണ്ണ് കോരിക്കളയുക. വെള്ളം കിട്ടാൻ വേണ്ടി കിണർ കുഴിക്കുന്ന മനുഷ്യൻ ആ മണ്ണ് കോരിക്കളഞ്ഞത് ശുദ്ധീകരിക്കുകയാണ് ഒരു രീതി പറഞ്ഞാൽ. എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ ഈ ദൈവാനുഭവത്തെ സ്വീകരിക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ അരുവിയെ സ്വീകരിക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ നീരുറവയെ കാണുവാൻ വേണ്ടി ഞാൻ എൻ്റെ ഉള്ളിലുള്ള എല്ലാവിധ തിന്മയുടെയും അശുദ്ധിയുടെയും ആസക്തിയുടെയും മണ്ണുകൾ ഞാൻ ഇളക്കി കോരി ഞാൻ പുറത്തേക്കിടണം. ഇത് വലിയൊരു പ്രക്രിയയാണ്. എത്ര മീറ്റർ കഴിഞ്ഞാൽ വെള്ളം കിട്ടും നമുക്കറിയത്തില്ല. ഉറപ്പില്ലാത്തൊരു കാര്യം. വെള്ളം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിലും എപ്പോഴും നമുക്ക് ഉറപ്പില്ല. ഇപ്പോൾ നിങ്ങളൊക്കെ കിണർ കുഴിക്കുമ്പോൾ ഒരുപക്ഷെ സ്ഥാനം കാണുന്നവർ പറയും ഇത്ര കോല് താന്നാൽ, ഇത്ര മീറ്റർ താന്നാൽ വെള്ളം കാണുമെന്ന് പറയും. അതൊരു പ്രതീക്ഷയാണ്. ചിലപ്പോൾ ആ സമയത്ത് കിട്ടുമ്പോൾ അല്പം കുറേയും കൂടെ ഒരുപക്ഷെ നമ്മൾ അധ്വാനിക്കേണ്ടി വരും. അപ്പോൾ ഏതായാലും വെള്ളം കിട്ടുന്ന രീതിയിൽ ഈ വെള്ളം ആകുന്ന അത്രത്തോളം ഈ പണിയെടുക്കുവാനുള്ള, അധ്വാനിക്കുവാനുള്ള, മുന്നോട്ട് പോകാനുള്ള ഒരു പരിശ്രമം, ഇവിടെ ഞാൻ പറഞ്ഞ ചിലപ്പോൾ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ ദൈവാന്വേഷണം എന്ന് പറയുന്നത്, ദൈവാനുഭവം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഒരു പരിശ്രമമാണ് ദൈവാന്വേഷണ സമയത്ത് ഉള്ളത്. അപ്പോൾ എൻ്റെ ഉള്ളിലെ കുടികൊള്ളുന്ന ക്രിസ്തുവിൻ്റെ സാഹചര്യം സാന്നിധ്യം തിരിച്ചറിയാൻ തക്കവിധം ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഈ കുറവുകളുടെ, പാപത്തിൻ്റെ എന്തെല്ലാമാണ് ഇത് മറച്ചു വെക്കുന്നത്, എന്തെല്ലാമാണ് ഈ ഉറവയെ മൂടിക്കളയുന്നത്, എന്തെല്ലാമാണോ ഈ വെള്ളത്തെ, ഈ ശുദ്ധജലത്തെ, ജീവജലത്തെ മറച്ചു വെക്കുന്നത്, അതെല്ലാം പെറുക്കിക്കളയുവാനും കോരിക്കളയുവാനും മാന്തിക്കളയുവാനുമുള്ള പരിശ്രമം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എപ്പോഴും അനിവാര്യമാണ്. ഓരോ നിമിഷവും ആവശ്യമാണ്. നിശബ്ദതയിൽ നമ്മളത് ആഴങ്ങൾ തേടുകയാണ്. നിശബ്ദതയിൽ ഞാൻ വീണ്ടും വീണ്ടും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശുദ്ധീകരണ പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദൈവാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്നോർക്കാം. സമരിയാക്കാരി സ്ത്രീ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കാണുന്നു ഈശോയുമായിട്ടുള്ള സംഭാഷണം. അപ്പോൾ ഈശോ അവളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കടത്തിവിടുകയാണ്. ഈശോ അവളുടെ ജീവിതത്തെ സ്കാൻ ചെയ്ത് കാണുക മാത്രമല്ല, അവൾക്ക് അവളുടെ ജീവിതത്തെ തിരിച്ചറിയുവാൻ, സ്കാനറിലൂടെ കാണുവാൻ തക്ക വിധമുള്ള വെളിച്ചം ഈശോ കൊടുക്കുകയാണ്. അങ്ങനെ കാണുമ്പോഴാണ് അവരുടെ ഹൃദയത്തിലെ അശുദ്ധിയെ, ജീവിതത്തിൻ്റെ പാപാവസ്ഥയെ, എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ ജലത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത്, ഇതെത്രമാത്രം കോരിയിട്ടും കുടിച്ചിട്ടും എനിക്ക് ആശ്വാസം കിട്ടുന്നില്ല, എനിക്ക് തൃപ്തി വരുന്നില്ല, വീണ്ടും വീണ്ടും ദാഹിക്കുന്നൊരവസ്ഥ. അവിടെയാണ് ഈശോ അവൾക്ക് പുതിയ ജീവൻ്റെ ജലത്തിൻ്റെ അരുവി കാണിച്ചു കൊടുക്കുന്നത്. അതിനെ മറച്ചു വെച്ചിരിക്കുന്ന, അതിനെ മൂടി വെച്ചിരിക്കുന്ന, ആ അരുവിയെ തടഞ്ഞു വെച്ചിരിക്കുന്ന പാപത്തിൻ്റെ മേഖലകൾ അവൾ തിരിച്ചറിഞ്ഞു. നമ്മൾ വായിക്കുന്ന പോലെ കുടം അവിടെ വെച്ചിട്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ അവളുടെ ജീവിതത്തെ തന്നെ മുഴുവനും ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ട് അവൾ വേറൊരു വ്യക്തിയായി മാറുകയാണ്. ഒരിക്കലും വറ്റാത്ത ജീവൻ്റെ ജലം, ആ ഉറവ കണ്ടുമുട്ടുവാൻ അവൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട, എനിക്ക് തോന്നുന്നു ഈശോ ആരെല്ലാമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ അവരിലേക്കെല്ലാം ഈശോ ഈ ഒരു ചൈതന്യമാണ് കൊടുക്കുന്നതെന്നുള്ള. നമ്മുടെ ജീവിതത്തിലേക്കും അത് തന്നെ. സക്കേവൂസിൻ്റെ ജീവിതത്തിൽ സമ്പത്തിൻ്റെയും ആസക്തിയുടെയും സ്വാധീനം, അടിമത്വം ഹൃദയത്തിലെ ജീവജലത്തിൻ്റെ അരിവെ തടഞ്ഞിട്ടുണ്ട്. ഈശോ അതാണ് കാണിച്ചു കൊടുക്കുന്നത്. അത് മാറ്റിക്കളയുവാൻ സക്കേവൂസ് തയ്യാറായപ്പോൾ രക്ഷയുടെ അനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും കുടുംബത്തിലേക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഈശോ ഓരോ വ്യക്തിയെയും ഈശോയുടെ പ്രഭാഷണത്തിലൂടെ, ഉപദേശങ്ങളിലൂടെ, ഈശോയുടെ അത്ഭുതങ്ങളിലൂടെയും കാണിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ജീവജലത്തിൻ്റെ അരുവി അടഞ്ഞു പോകുന്നു, ദൈവാനുഭവം ഇല്ലാണ്ടാകുന്നു. അതാണ് നമ്മളോട് ഈശോ തന്നെ ആവശ്യപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ തരുന്ന വെളിച്ചം അതിനു വേണ്ടിയാണ്. എവിടെയെല്ലാം നമുക്ക് ദൈവാനുഭവം ഇല്ലാതെ പോകുന്നുണ്ട്, എന്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുന്നില്ല, ആ തടസ്സങ്ങൾ ഈ മണ്ണ് പോലെ കോരിക്കളയുന്ന, ഇളക്കിക്കളയുന്ന പ്രക്രിയയിലൂടെ കടന്നു പോകാൻ
അപ്പോൾ വെള്ളം കിട്ടുന്നവരെയാണ് സാധാരണ സൂചിപ്പിച്ച് നമ്മൾ കിണർ കുഴിക്കുക. അല്ലാത്ത പൊട്ടക്കിണറാണ്. ആവശ്യമില്ലാത്ത മണ്ണ് മുഴുവനും മാറ്റിയാൽ മാത്രമേ വെള്ളം കാണുകയുള്ളൂ നമുക്കറിയാം. ഇടയ്ക്ക് വെച്ച് പണി നിർത്തിപ്പോയാലോ വെള്ളം കാണുകയില്ല. ഒരുപക്ഷെ ഇത്ര അടി താന്നു, ഇനി വെള്ളത്തിന് സാധ്യതയില്ല എന്ന് പറഞ്ഞ് നിർത്തിപ്പോകുമ്പോഴും നമ്മുടെ പരിശ്രമങ്ങൾ പരാജയപ്പെടുകയും, ഞാൻ ആദ്യം സൂചിപ്പിക്കുന്ന പോലെ ഉഗ്രമായൊരു തീരുമാനം, ഒരു ഉറച്ച തീരുമാനം, ഈ വെള്ളം കിട്ടുന്നതുവരെ ഞാൻ അധ്വാനിക്കും എന്നുള്ള തീരുമാനം നമ്മളില്ലാണ്ടായിത്തീരുകയാണ്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 13-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. കർത്താവ് പറയുകയാണ്, എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ ചെയ്തു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ പൊട്ടക്കിണർ കുഴിക്കുന്നവരാണ്. പലപ്പോഴും നമ്മൾ ജീവജലത്തിൻ്റെ ഉറവയെ നഷ്ടപ്പെടുത്തുന്നവരാണ്. നമ്മുടെ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഞാൻ സൂചിപ്പിച്ചതുപോലെ തെറ്റായ വഴിയിലൂടെ, തെറ്റായ രീതിയിലേക്കാണ് ചിലപ്പോഴൊക്കെ, അല്ലെങ്കിൽ മിക്കപ്പോഴുമൊക്കെ നമ്മുടെ അന്വേഷണം പോകുന്നുണ്ട്. അന്വേഷിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ വഴി പലപ്പോഴും തെറ്റിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ജീവജലത്തിലേക്ക്, ആ ദൈവാനുഭവത്തിലേക്ക് എത്താൻ പറ്റാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആവശ്യമില്ലാത്തതെല്ലാം, അനാവശ്യമായതെല്ലാം, പാപകരമായതെല്ലാം നമ്മൾ കോരിക്കളഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവജലത്തിൻ്റെ ആ ഉറവ അനുഭവിക്കുകയാണ്. ആ ശുദ്ധീകരണ പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷിക്കുകയാണ്. പിന്നീട് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ കിണറിന് ചുറ്റും ഭിത്തി കെട്ടുക, അല്ലെങ്കിൽ മതിൽ കെട്ടുക എന്നുള്ളതാണ്. മണ്ണ് ഇടിഞ്ഞു പോകാതിരിക്കുവാനും കോരിയിട്ട മണ്ണും വേസ്റ്റും വീണ്ടും ഈ കിണറ്റിലേക്ക് വരാതിരിക്കുവാനുമാണ് നമ്മൾ ഈ സംരക്ഷണ കവചമെന്ന നിലയിൽ ഇതിനു ചുറ്റും നമ്മൾ ഭിത്തി കെട്ടുന്നത്. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അത്യാവശ്യമാണ്. ചില സ്വഭാവങ്ങൾ, ചില രീതികൾ, ചില കാര്യങ്ങൾ, ചില താല്പര്യങ്ങൾ, ചില ബന്ധങ്ങൾ, തിന്മയായിട്ടുള്ളത് ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ അകറ്റുന്ന പല കാര്യങ്ങളും നമ്മൾ ഉപേക്ഷിച്ചിട്ട് വീണ്ടും അത് വരാനുള്ള സാധ്യതയുണ്ട് നമ്മളിലേക്ക്. ചിലപ്പോൾ നമ്മൾ അനുഭവിക്കുന്നുമുണ്ട്. അപ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി ശക്തമായ ഒരു ഭിത്തി നമ്മൾ കെട്ടേണ്ടതുണ്ട്. പ്രാർത്ഥന കൊണ്ടൊരു ഭിത്തി കെട്ടേണ്ടതുണ്ട്. ജാഗ്രത കൊണ്ടൊരു ഭിത്തി കെട്ടേണ്ടതുണ്ട്. വചനം കൊണ്ടും കൂദാശ കൊണ്ടും ഒക്കെ നമ്മൾ ഭിത്തി കെട്ടേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം കണ്ടു എന്ന് മാത്രമല്ല, ആ വെള്ളം മലിനമാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നിരന്തരമായ ഒരു ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വാക്കിലും, നമ്മുടെ പ്രവൃത്തിയിലും, നമ്മുടെ ചിന്തയിലും ഈ ജലം മലിനമാകാതിരിക്കുവാനുള്ള ജാഗ്രത നമ്മൾ പുലർത്തേണ്ടതാണ്. അതുകൊണ്ട് ഈശോ പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 21:31 ജാഗരൂകരായിരിക്കുവിൻ, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത ഇത് നിങ്ങളെ കുടുക്കും. അപ്പോൾ നമുക്ക് ദൈവാനുഭവം ഉണ്ടായത് മാത്രമല്ല, അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനുള്ള ശ്രദ്ധയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. തുടർന്ന് നമ്മൾ ഈ സാധാരണ ചെയ്യുന്നത് ഈ തൊട്ടിയും കയറുപയോഗിച്ച് വെള്ളം കോരുക എന്നുള്ളതാണ്. നമുക്കുണ്ടായ ദൈവാനുഭവം നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ അനുഗ്രഹമായി തീരുന്നത്. നമുക്കുണ്ടായ ദൈവാനുഭവം നമുക്ക് വേണ്ടി മാത്രം സൂക്ഷിക്കാനുള്ളതല്ല, അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ളതാണ്. നമ്മുടെ ദൈവാനുഭവത്തിലേക്ക് മറ്റുള്ളവർക്ക് വരുവാനുള്ള ഒരു വഴിയാണ് ഈ കപ്പിയും തൊട്ടിയും കയറും എന്ന് പറയുന്നത്. അവർക്ക് കോരി കുടിക്കുവാൻ പാകത്തിന്, മറ്റുള്ളവർക്ക് അത് അനുഭവിക്കാൻ പാകത്തിന് നമ്മളെ തന്നെ അവർക്കും കൂടെ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ജീവജലത്തിൻ്റെ അരുവി കവിഞ്ഞൊഴുകണം എന്ന ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 7:39 പറയുന്നുണ്ട്. അപ്പോൾ നമുക്കുണ്ടായ ദൈവാനുഭവം, നമ്മൾ മനസ്സിലാക്കിയ ദൈവാനുഭവം, നമ്മൾ സ്വന്തമാക്കിയ ദൈവാനുഭവം അത് കൂടുതൽ വളരുകയും വർദ്ധിക്കുകയും അത് നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് ജീവജലത്തിൻ്റെ അനുഭവമാക്കി മാറ്റുകയും ചെയ്യാനുള്ള ഒരു കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മൾ അനുഗ്രഹമായി തീരുക എന്ന് പറയുന്നത്, ഇതുവരെ നമ്മൾ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇനി നമ്മൾ അനുഗ്രഹമായി തീരുന്നു. അപ്പോൾ നമ്മുടെ അന്വേഷണവും നമ്മുടെ അധ്വാനവും നമ്മുടെ ദൈവാനുഭവവും നമുക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ച് പൊതിഞ്ഞു വെക്കാനുള്ളതല്ല, അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനുള്ളതാണ്. മറ്റുള്ളവരെയും ജീവജലത്തിൻ്റെ അരുവിയിലേക്ക് ക്ഷണിക്കാനുള്ളതാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യം, ഏതാണ്ട് ബൈബിളിൻ്റെ ഏറ്റവും അവസാന ഭാഗമെന്ന് പറയുന്നത്, ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവൻ്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. ഇപ്പോൾ ദൈവത്തിൽ നിന്നും, കർത്താവ് യേശുക്രിസ്തുവിൽ നിന്നും ഈ ജീവൻ്റെ ജലം നമുക്ക് സൗജന്യമായി സ്വീകരിക്കാം.
എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തായിരിക്കുമ്പോൾ നമുക്കുണ്ടായ ദൈവാനുഭവത്തിൻ്റെ ജീവജലം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, അങ്ങനെ അനേകരിലേക്ക് ഇത് വലിയൊരു ജീവജലത്തിൻ്റെ പ്രവാഹമായി മാറുകയും നമ്മുടെ ദൈവാനുഭവം മറ്റുള്ളവരെയും ദൈവത്തിൽ കൂടുതലായിട്ട് അടുപ്പിക്കുകയും ശുദ്ധീകരിക്കുകയും അവരെ കൂടുതൽ കൂടുതൽ കൃപയിൽ വളർത്തുവാൻ സഹായകരമായി തീരണം. നമ്മളെ ദൈവം അതിനുവേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ അന്വേഷിക്കുന്ന ദൈവം നമ്മുടെ മാത്രം ദൈവം, എന്നാൽ എല്ലാവരുടെയും ദൈവം. നമുക്കുണ്ടായ ദൈവാനുഭവം നമ്മുടെ സ്വന്തം ദൈവാനുഭവം, എന്നാൽ എല്ലാവർക്കുമുള്ള ദൈവാനുഭവം. ഇങ്ങനെ മറ്റുള്ളവർക്ക് ദൈവാനുഭവത്തിൻ്റെ നീർച്ചാലുകളായി മാറാനുള്ള പരിശ്രമം കൂടെ നമ്മുടെ ഭാഗത്തുണ്ടാകണം. അപ്പം നമ്മുടെ അന്വേഷണം ദൈവാന്വേഷണം, അവിടെയാണ് നമ്മൾ പൂർണ്ണമായി സംതൃപ്തി കണ്ടെത്തുക. ആ അന്വേഷണത്തിൽ നമ്മൾ മറ്റുള്ളവരെയും പങ്കുചേർക്കുകയാണ്. ആ അന്വേഷണത്തിൽ നമ്മൾ അനുഭവിച്ച ദൈവികമായ സാന്നിധ്യാനുഭവം നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിക്കാനുള്ള ഒരു ജാഗ്രതാപൂർണമായ ഒരു പരിശ്രമവും നമ്മുടെ ഭാഗത്തുണ്ടാകണം എന്ന് നമുക്ക് ഓർക്കാം. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.